ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ചില ചില വ്യൂവേഴ്സിന് മനസ്സിലായിട്ടുണ്ടായിരിക്കും, അവരത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. ചിലവർക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാർഡിലൂടെ നോക്കാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, please guide me universe, please guide me, please guide me universe, please guide me. വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ വ്യൂവേഴ്സിൻ്റെ എന്ത് മാറ്റമാണ് വ്യൂവേഴ്സിനുള്ള എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് മദർ യൂണിവേഴ്സ്, പ്ലീസ് മദർ യൂണിവേഴ്സ് ഗൈഡ് മീ, പ്ലീസ് പ്ലീസ് മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ വ്യൂവേഴ്സിൽ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. Please guide me universe, please guide me universe, please guide me mother universe, please guide me universe, please guide me. വ്യൂവേഴ്സിൻ്റെ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, 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 പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. വ്യൂവേഴ്സിൻ്റെ എന്ത് മാറ്റമാണ് വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. വ്യൂവേഴ്സിൽ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം വന്നത് ക്യൂൻ ഓഫ് സോഡാണ്. ഓക്കെ, സെവൻ ഓഫ് വാണ്ട്, സെവൻ ഓഫ് വാൺ, വീൽ ഓഫ് ഫോർച്യൂൺ, ദ എംപറർ, ടെൻ ഓഫ് കപ്പ്, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ ഹെയർ ഓഫ് ആണ്. നമുക്ക് ക്ലൂസ് ആദ്യം നോക്കാം. 5, 7, 10, 1, 4. എയർ എലിമെൻറ്റ് ഫയർ, വാട്ടർ. വെർഗോ കന്നി, ലിബ്ര തുലാം, ഏരിസ് മേട, പൈസീസ് മീനം, ടോറസ് ഇടവം. അപ്പം എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്വഭാവ രീതികളിൽ. ക്വീൻ ഓഫ് സോഡ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളൊരു പവർ ഉള്ള വ്യക്തിയാണ്. എന്ത് കാര്യവും നിങ്ങൾക്ക് എങ്ങനെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എന്തൊരു കാര്യത്തിനും സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഓക്കെ, നേരെ വാ നേരെ പോകും. എന്തൊരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നാലും അതിനെ കുത്തിപ്പൊക്കി അതിൻ്റെ അടിസ്ഥാനം കണ്ട് എന്താണ് അതിൻ്റെ അവസാനം എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടായത്, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദമായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ്. അത് നല്ല കാര്യമാണ്. നിങ്ങളുടെ പേഴ്സണ് നല്ല അറിയാം, അത് നല്ലൊരു വ്യക്തിത്വം, നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ പേഴ്സൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നിങ്ങളുടെ സ്വഭാവമേ ഇത് തന്നെയാണ്. നിങ്ങൾ ഈ പേഴ്സൻ്റെ എന്തെങ്കിലും ഒരു കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇതുപോലെ തന്നെ കുത്തിപ്പൊക്കും ചെന്ന് ലൈഫിൽ ചെന്ന് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് മൊത്തവും മാനസികമായിട്ടും ഡിപ്രഷൻ പരമായിട്ടും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടും നിങ്ങളുടെ പേഴ്സണാണെങ്കിൽ അതിൻ്റെ
എക്സ്ട്രീം ലെവൽ വരെ പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ കുത്തിപ്പൊക്കാനായിട്ട് നിങ്ങളിങ്ങനെ വാളം പരിചയമായിട്ട് ഇങ്ങനെ കുത്തിപ്പൊക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ആ പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ആ ഒരു കാര്യത്തെ നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ എന്ത് കാര്യവും നല്ല ഇതായിട്ട് നോക്കുന്നു, അതിലെല്ലാം പ്രൗഡ് കാണിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ മാത്രം അത് ശരിയല്ല, ആ സ്വഭാവം ശരിയല്ല എന്ന് പറയും. അപ്പം നിങ്ങൾ ഈ കാണിക്കുന്ന ഈ പ്രവണത അവർക്ക് ഇഷ്ടമല്ല. അവരുടെ സ്വകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടേതായ കുറച്ച് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഏസ് ഓഫ് സോഡും പിടിച്ചുകൊണ്ട് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നിങ്ങളത് മനസ്സിലാക്കി വളരെ കൃത്യതയോടുകൂടി മാത്രം ചെയ്യുന്ന ഒരു പേഴ്സണാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിലും അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കള്ളത്തരമൊന്നും നിങ്ങളുടെ മുമ്പിൽ വന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കള്ളത്തരം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ കൂടുതലാണ്. ആ ഇൻറ്റ്യൂഷൻ വെച്ച് തന്നെ നിങ്ങൾ അവരുടെ കള്ളത്തരങ്ങൾ പിടിക്കും. നിങ്ങൾ എന്ത് ചലഞ്ച് വേണമെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിങ്ങളൊരു സ്ട്രോങ് പേഴ്സണാണ്. ഒരുപാട് സ്ട്രഗിൾ കൂടിയാണ് നിങ്ങളുടെ ലൈഫ് വന്നതും. നിങ്ങൾ എന്ത് നേടിയിട്ടുണ്ടോ അത് മൊത്തവും നിങ്ങളുടെ സ്ട്രഗിളിൻ്റെ ഫലമാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. എന്തും നിങ്ങൾ തുറന്നടിച്ച് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഓപ്പണായിട്ട് പറയും. അപ്പോൾ ആ തുറന്നടിച്ച് പറയുന്ന സ്വഭാവം, ആ തുറന്നടിച്ചു എന്നുള്ളത്, ആ അടിച്ചു എന്നുള്ളത് ഒന്ന് ഊന്നി പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് കൊണ്ടുള്ള ചില വാക്കുകൾ, ഒരു വാക്കുകൾ അവരെ അടിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടി കിട്ടുന്നത് പോലെയുള്ള സംസാരങ്ങൾ അവർക്ക് കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങൾ തുറന്നടിച്ചുള്ള ആ അടി അങ്ങ് മാറ്റിയിട്ട് തുറന്നുള്ള സംസാരം മതിയായിരുന്നു അവർക്ക്. നിങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്നത് കാരണം ആ നാക്ക് കൊണ്ടുള്ള അടി അവർക്ക് താങ്ങാൻ കഴിയാത്തത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ആ സിംഹാസനത്തിൽ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സിംഹാസനത്തിൽ ഒരു കുഞ്ഞിൻ്റെ ഒരു പിക്ചർ കാണാം. ഒന്നുകിൽ സിംഗിൾ പേരൻ്റ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ തങ്ങളിൽ വാക്ക് തർക്കങ്ങൾ മറ്റും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ മക്കളെ ചൊല്ലി കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ കുട്ടികൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കുട്ടികളെ ചൊല്ലി എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണ് അത്ര താല്പര്യമില്ല, ഇഷ്ടമില്ല. ആ ഒരു സ്വഭാവവും കാര്യങ്ങളും അതിനെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവോ. അപ്പം അങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊന്നും നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടമല്ല. അങ്ങനെയുള്ള സംസാരങ്ങളും രീതികളും നിങ്ങളിൽ നിന്ന് മാറ്റുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ കാണാം, ഒരു പക്ഷി ഇങ്ങനെ പറന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാം. അത് ഒരു മെസ്സഞ്ചറാണ്, മെസ്സഞ്ചർ. അപ്പം ഈ പേഴ്സണെ പറ്റിയുള്ള ആ രാജ്ഞിക്ക് കൊടുക്കുന്ന മെസ്സഞ്ചറാണ് വരുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ ദൂതുമായിട്ട് പക്ഷികളായിരുന്നു വന്നിരുന്നത്. അപ്പം നിങ്ങളടുത്തോട്ട് വരുന്ന പക്ഷികൾ ദൂതുമായിട്ട് ഈ പേഴ്സണെ കുറിച്ചുള്ള ഓരോ ദൂതും കൊണ്ട് നിങ്ങളടുത്തോട്ട് വരുന്ന പക്ഷികളെ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ ആ പക്ഷികളുമായിട്ടുള്ള കൂട്ടുകൂടരുത് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം വിലക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് ഏറ്റെടുത്തിട്ടില്ല. കാരണം പക്ഷികൾ കൊണ്ടുവരുന്ന മെസ്സേജുകൾ മൊത്തം നിങ്ങൾ ഏറ്റെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പക്ഷികളുമായിട്ടുള്ള നിങ്ങളുടെ ചങ്ങാത്തം നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവരിൽ നിന്നുള്ള മെസ്സേജ് സ്വീകരിക്കുക. മെസ്സേജ് എന്ന് പറയുമ്പോൾ നല്ല മെസ്സേജൊക്കെ ഓക്കെയാണ്. പേഴ്സൺ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൻ്റെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തെ പേഴ്സൺ ഇഷ്ടപ്പെടാതിരിക്കുന്നത്. ആ മെസ്സേജ് കിട്ടിയിട്ട് നിങ്ങളിനി അതിൻ്റെ പേരിൽ പിന്നെ അന്നത്തെ ദിവസം വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു, അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇഷ്ടക്കേട് വരുന്നത്. നിങ്ങളുടെ എല്ലാ പക്ഷികളോടും ഇല്ല കേട്ടോ, നിങ്ങൾക്കിങ്ങനെ മെസ്സേജ് തരുന്ന പക്ഷികളോട് മാത്രമേ ഉള്ളൂ ഇഷ്ടക്കുറവ്. പിന്നെ ഒരു മദർ ഫിഗർ, അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കുറച്ച് സംസാരങ്ങൾ തങ്ങളെ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മെയിലായാലും ഫീമെയിലായാലും അവർക്ക് ഒരു ഫീമെയിൽ പേഴ്സൺ, ഒരു മദർ ഫിഗർ ഉള്ള ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സ്ത്രീയുമായിട്ട് നിങ്ങൾ മിണ്ടരുത്, സംസാരിക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ
ഒരുപാട് വട്ടം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവരുടെ വാക്ക് കേൾക്കരുത്, അവരുമായിട്ട് സംസാരിക്കരുത് എന്നൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെടാതിരിക്കുന്നത്. നിങ്ങളുടെ ആ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മാറ്റം വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അടുത്തത് 7 ഓഫ് വാണ്ട്. നിങ്ങളടുത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങൾ മറുത്ത് ചെയ്യുന്ന പ്രവണത. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഓൺലൈനിൽ ഇത്ര നേരം ഇരിക്കരുത്, അല്ലെങ്കിൽ ചില ഇതൊക്കെ പറയുമല്ലോ, നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയത്തില്ലേ. നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യരുത്, ചില ആ കോൾസ് എടുക്കരുത്, അവരുമായിട്ട് സംസാരിക്കരുത്, കോൾ വെയിറ്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിലക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പം അത് നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പം ആ കേൾക്കാതിരിക്കുന്നത് ഒരു മത്സര ബുദ്ധിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ വരെ എടുക്കുക. നിങ്ങൾ ചെയ്യുന്നതല്ലേ, പിന്നെ എനിക്ക് ചെയ്താൽ എന്താ, നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നതല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് ചെയ്തുകൂടെ എന്നുള്ളതൊക്കെ മത്സര ബുദ്ധിയും കാര്യങ്ങളുമൊക്കെ അവിടെ സംസാരങ്ങളും ഒക്കെ വരും. ആ ഒരു എതിർത്തുള്ള സംസാരങ്ങളും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറിയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. ഓക്കെ, പിന്നെ അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നു. കൺട്രോളിങ്, അടുത്തത് കൺട്രോളിങ് നേച്ചറാണ്. നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഈ ഇരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കൺട്രോളിങ് നേച്ചർ. അപ്പം നിങ്ങളുടെ ആ ഒരു കാര്യം മാറ്റണം, അത് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, പിന്നെ ഉള്ളത് കെയറാണ്. നിങ്ങളുടെ സ്നേഹവും ഓവർ കെയറിങ്ങും, ആ ഒരു ഓവറായിട്ടുള്ള ആവശ്യത്തിന് മതി. അപ്പോൾ കുറച്ച് തന്നാൽ മതി, ഒരുപാട് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പം ഈ പൊസസീവും കാര്യങ്ങളും കൂടും, നിങ്ങളുടെ പൊസസീവ് കൂടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എല്ലാം കുറച്ച് മതി എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പം 7 നമ്പർ, കേതുവാണ്. കേതുവിനൊരു ഏതുവും വേണ്ട, ഈ ഒരു വഴക്കുണ്ടാവാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ മതി. ഇതുപോലെ ഒന്ന് സ്നേഹിച്ചിട്ട് കൂട്ടിയാലും കുഴപ്പമാണ്, കുറച്ചാലും കുഴപ്പമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് നിൽക്കും 7 നമ്പറിന് വഴക്കിട്ട് ബഹളം ഉണ്ടാക്കാൻ. ഓക്കെ, അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങളെന്നത് അവരുടെ ഭാഗ്യമാണെന്ന് അവർ കരുതുന്നുണ്ട്. ലൈഫിൽ നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുണ്ട്, സ്നേഹം, കെയർ അവരിത് അനുഭവിച്ചതിൽ ഏറ്റവും നല്ല എക്സ്ട്രീം ലെവലിലാണ് അവർ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോഴും അനുഭവിച്ചത്. അത് കാരണം അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങൾ ഓവറായിട്ട് എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കിട്ടാതിരുന്ന സമയത്ത്, നിങ്ങളുടെ പേഴ്സൺ വരണ്ട ഭൂമിയായിരുന്ന സമയത്ത് ഈ കെയറും സ്നേഹവും കാര്യങ്ങളൊക്കെ അവിടെ ആർത്തിയോടെ എല്ലാം എടുത്തു. അപ്പം നിങ്ങളിങ്ങനെ കൊടുത്ത് ആ സ്ഥലം അങ്ങ് നികന്ന് നല്ല രീതിയിൽ അങ്ങ് പൊങ്ങി വന്നു. അവസാനം പിന്നെ ഇത് ചെന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ വെള്ളപ്പൊക്കം പോലെ ആവാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവരത് മാറ്റാൻ തുടങ്ങിയത് കേട്ടോ. അത്രയും വേണ്ട, കുറച്ച് സ്നേഹം മതി, കുറച്ച് കെയർ മതി എന്നൊക്കെ അവർ പറയാൻ തുടങ്ങിയത്. അപ്പം വീൽ ഓഫ് ഫോർച്യൂൺ വന്നതിന് ശേഷം, നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. സമയം മാറി വന്നവരുടെ ഒരു വിഷമത്തിലും ദുഃഖത്തിലും ആയിരുന്ന സമയം മാറി, തിരിഞ്ഞു. വീൽ ഓഫ് ഫോർച്യൂൺ തിരിഞ്ഞു വന്നു. പിന്നെ നിങ്ങളുടെ ചേഞ്ച്, നിങ്ങൾക്ക് പിന്നെ പൊസസീവും കാര്യങ്ങളൊക്കെ കൂടി വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ സ്നേഹത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവങ്ങളിൽ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം നമ്മുടെ ഘടികാരത്തിലെ സൂചി താഴോട്ട് വരും, 6-ലെത്തിയതിന് ശേഷം പിന്നെ മുകളിലോട്ട് ഈ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ രാവിലെ നല്ല സ്നേഹത്തിൽ വന്ന് 6 വന്നതിന് ശേഷം 6 തൊട്ട് അങ്ങോട്ട് വഴക്കും അടിയും 12 മണി വരെ പിന്നെ കരച്ചിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതി, വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ആ സ്വഭാവ രീതി അവർക്ക് ഇഷ്ടമല്ല. ഈ ഒരു സമയം സന്തോഷവും ഒരു സമയം അടിയും വഴക്കും. അപ്പോൾ ആ ഒരു വട്ടം കറക്കൽ അവർക്ക് ഇഷ്ടമല്ല. അവർ രാവിലെ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ചിലപ്പോൾ ഫോണൊക്കെ വിളിച്ച് വയ്ക്കുമായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ദൂതുമായിട്ട് ആര് വരും? ആ പക്ഷി വരും. ആ പക്ഷിയുടെ നിന്ന് ദൂതൊക്കെ കിട്ടി, മെസ്സേജൊക്കെ കിട്ടിയതിന് ശേഷം 6 തൊട്ട് അങ്ങോട്ട് നിങ്ങൾ ക്യൂൻ ഓഫ് സോഡ് ആവും.
വാളും പിടിച്ചുകൊണ്ട് നിൽക്കും. അപ്പം അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ അവർ വെറുക്കുന്നു. അവർ അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ എപ്പോഴും ഒരു സ്ഥിരതയില്ല. ഒരു കാര്യത്തിനാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ, മുകളിലോട്ടും താഴോട്ടുമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. അത് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ സ്വഭാവത്തിൽ വരുന്നതാണ്. മുകളിലും താഴോട്ടായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കണമെങ്കിൽ ഇത് ഇത്ര മതിയോ? അത്ര മതിയായിരിക്കാം. അത് കുറഞ്ഞു പോവോ? ചിലപ്പോൾ കുറയുമായിരിക്കും. അപ്പം ഒരു കൃത്യതയില്ലാതെ എപ്പോഴും ഒന്ന് ഉയർന്നും താഴ്ന്നും ഇരിക്കുന്നൊരു സ്വഭാവം അത് തന്നെ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പറ്റിയൊരു എക്സാമ്പിൾ കിട്ടിയില്ല. ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ആൾക്കാർ വിചാരിക്കുന്നുണ്ട് കഥ പറയുകയാണെന്ന്. ഞാനിത് പുതിയതായതുകൊണ്ട് ഞാൻ പറയുന്ന രീതി എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഓരോന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത് ഹെയറോഫൻ്റാണ്. മതവും വിശ്വാസവും ആയിട്ട് എന്തോ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങൾ, അങ്ങനെ എന്തെങ്കിലും രീതികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം. അതുമല്ലെങ്കിൽ എന്തെങ്കിലും കേസുമായി അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തികളായിരിക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഹെയറോഫൻ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിൽക്കുന്ന ആ വ്യക്തിയുടെ മുമ്പിലോട്ട്, അതൊരു നോളജബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ മുമ്പിലോട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളടുത്ത് ഒരുപാട് ആൾക്കാർ വരുന്നതും പോകുന്നതും മിണ്ടുന്നതും സംസാരിക്കുന്നതൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടമല്ല. ഓക്കെ. സോഷ്യൽ മീഡിയ ആയിട്ട് നമുക്കത് എടുക്കാം. സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുമായിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും ഒന്നും അവർക്കത്ര താല്പര്യമില്ല. അതൊരു വിശ്വാസത്തെയാണ്, ഒരു ഹെയറോഫൻ്റ് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തെ നിലനിർത്താതെ വിശ്വാസത്തെ നശിപ്പിക്കുന്നതായ എന്തെങ്കിലും പ്രവൃത്തികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ നിങ്ങളുടെ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ. എല്ലാം ബാലൻസിൽ നിർത്തണമെന്നാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അടുത്തത് എംപററാണ്. പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഉയർന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലും സ്നേഹം പ്രകടമാക്കുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കാം. നിങ്ങൾ സ്നേഹം, വികാരങ്ങൾ, ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ പ്രകടമാക്കത്തില്ല. സങ്കടം വന്നാലും കാണിക്കത്തില്ല, സന്തോഷം വന്നാലും കാണിക്കത്തില്ല, പ്രണയം വന്നാലും കാണിക്കത്തില്ലായിരിക്കും. അത് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കും. ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും, ആ വ്യക്തി ഇരിക്കുന്നതിൻ്റെ, ആ മനുഷ്യൻ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും ആ സിംഹാസനത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ തല പോലെ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ ഇച്ചിരി പോലും വെള്ളം കാണാം. വെള്ളം എന്ന് പറയുന്നത് ഇമോഷനാണ്. ഒരു ഇച്ചിരി പോലും വെള്ളം കാണാം. അത് ഒളിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഇമോഷനെ ഒളിപ്പിച്ച് വെക്കുന്നു, പ്രകടമാക്കുന്നില്ല, പ്രകടമായി സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങളുടെ പേഴ്സണ് കാണും. ഓക്കെ. ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ, ദുഃഖത്തിലാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച ആൾക്കാരായിരിക്കും, ഹാർട്ട് ബ്രേക്ക് അനുഭവിച്ച വ്യക്തികളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് ഹാർട്ട് ബ്രേക്ക് ഇങ്ങനെ കിട്ടി നിങ്ങളുടെ മനസ്സിൽ സ്നേഹം എന്നുള്ള ഒരു കാര്യത്തെ പ്രകടമാക്കാൻ നിങ്ങൾക്ക് പറ്റാതെ പോയി. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നിങ്ങളെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ടായിരിക്കും, വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അനുഭവിക്കേണ്ട രീതിയെല്ലാം അനുഭവിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു സന്ദർഭം പ്രകടമാക്കി തന്നെ നിങ്ങളുടെ പാർട്ട്ണർക്ക് കൊടുക്കാൻ കഴിയാത്തത്. ഓക്കെ. നിങ്ങളുടെ പാസ്റ്റ് അത്ര എല്ലാവരുടെയും എനർജി അല്ല കേട്ടോ. ഇത് കേൾക്കുന്ന ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ആരുടെയെങ്കിലും എനർജി ആയിരിക്കാം. നിങ്ങളുടെ എനർജി അല്ലാത്തത് നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. നിങ്ങളുടെ പാസ്റ്റ് അത്ര ശരിയായ രീതിയിലുള്ളതായിരുന്നില്ല. നിങ്ങളുടെ പാസ്റ്റ് കുറച്ച് ഒരു ഇത് തന്നെ നോക്കി, സിംഹാസനം നോക്കിയാൽ തന്നെ മനസ്സിലാവും. കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സിംഹാസനമാണ്. കല്ലം പറയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ ഈ രണ്ട് സൈഡിലും ഒരു മൃഗത്തിൻ്റെ തലയാണ്, അതിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് മൃഗത്തിൻ്റെ സിമ്പലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മൃഗത്തിൻ്റെ ഏരിയസിൻ്റെ സിമ്പലാണെങ്കിൽ തന്നെയും മൃഗത്തിൻ്റെ സ്വഭാവത്തെ കൂടി അത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കല്ല് പോലുള്ള ഹൃദയമാണ്. ആ ഇരിപ്പിടത്തെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് പോലുള്ള ഹൃദയമാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ.
അപ്പം ആ ഒരു സ്വഭാവത്തെയൊന്നും നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ റെഡ് കളർ ഡ്രസ്സ് കണ്ടോ, ആ റെഡ് കളർ മൊത്തത്തിൽ അതിൻ്റെ അകത്ത് റെഡാണുള്ളത്. ഡ്രസ്സും റെഡ്, പുറത്തും റെഡ്, ബാക്ക്ഗ്രൗണ്ട് മൊത്തം റെഡ്, മൊത്തത്തിൽ റെഡ് ആയതുകൊണ്ട് അതിനെ കാണിക്കുന്നത് നിങ്ങളുടെ ദേഷ്യത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ് കാണിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ ദേഷ്യപ്പെടുന്നു. എല്ലാവരുടെയും എനർജി ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഇതിൽ ഏറ്റവും പാവം ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളണം. നിങ്ങളുടെ ദേഷ്യത്തിൻ്റെ എക്സ്ട്രീം ലെവൽ അവർ കണ്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, എപ്പോഴെങ്കിലും നിങ്ങൾ അല്ലിക്ക് ആഫറിന് എടുക്കാൻ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം നിങ്ങളുടെ ദേഷ്യം കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾ പേഴ്സൺ പൊങ്ങുന്നത് തേർഡ് പാർട്ടിയുടെ അടുത്തായിരിക്കും. ആ ദേഷ്യത്തോടു കൂടി അങ്ങ് എത്തിയിട്ടുണ്ടായിരിക്കും. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ലവ് തേർഡ് പാർട്ടി തന്നെ ആയിരിക്കത്തില്ല. മറ്റൊന്ന് നമ്മുടെ ഷെയർ ചെയ്യും, നമ്മുടെ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടിയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ പോകാനുള്ള കാരണങ്ങളും ചിലപ്പോൾ ഇതായിരിക്കും, എക്സ്ട്രീമായിട്ടുള്ള ദേഷ്യം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അങ്ങ് മാറ്റാം. അതിന് മെഡിറ്റേഷൻ ഏറ്റവും നല്ല മരുന്നാണ് കേട്ടോ. അങ്ങനെ ഉള്ളവർക്ക് പാവങ്ങളൊന്നും ഇത് കേൾക്കണ്ട. അപ്പം ഇമാതിരിയുള്ള ദേഷ്യങ്ങൾ, ഓക്കെ, ആ ദേഷ്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അടുത്തത് 10 ഓഫ് കപ്പാണ്. ഹാപ്പി ഫാമിലി ആഗ്രഹിച്ചായിരുന്നു അവർ നിങ്ങളിലേക്ക് വന്നത്. ഒരു നല്ലൊരു കുടുംബം സ്വപ്നം കണ്ട് നിങ്ങളിലേക്ക് വന്നതായിരുന്നു. അങ്ങനെ നിങ്ങൾ ഈ കാണിക്കുന്ന കാരണങ്ങളെല്ലാം കൂടി ചേർത്ത് അവരുടെ മാനസിക നില, നിങ്ങളെ വേണോ വേണ്ടേ, ഇപ്പം ശരിയാവും പിന്നെ ശരിയാവും എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സ് ഇങ്ങനെ അമ്മാനമാടാൻ തുടങ്ങി. ഈ സ്വപ്നങ്ങളെല്ലാം അവരൊരു കുടുംബത്തെ കണ്ടതാണ്. 10 ഓഫ് കപ്പ് കണ്ടിരുന്നതാണ്. 10 ഓഫ് കപ്പ് കണ്ട് നിങ്ങളിലേക്ക് വന്നു. നിങ്ങളുടെ ഈ കാര്യങ്ങളും മല്ലിയുടെ ആഭരണങ്ങളും എസ് ഓഫ് സോഡൊക്കെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് പിന്നെ നിൽക്കണ്ട, അവർക്ക് പോയാൽ മതി എന്നായി. അപ്പം അവരുടെ സ്വപ്നങ്ങളെ തകർത്തു എന്നുള്ള ഒരു കുറ്റവും കൂടി നിങ്ങളുടെ തലയിലുണ്ട്. ഓക്കെ, അവരുടെ ലൈഫ് തകർത്തു. അവരൊരു ലൈഫിനെ ആഗ്രഹിച്ചു വന്നു, അവരുടെ ലൈഫിനെ നിങ്ങൾ തകർത്തു. അവരെ സ്വപ്നങ്ങളെ നഷ്ടമാക്കി. ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്ന് അവരിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നേരെയായി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നല്ല സ്വഭാവത്തിലാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഒരു നല്ല വ്യക്തിയായി മാറിക്കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ടാറോ റീഡ് പോലെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇത് ടാറോ റീഡ് ആൾക്കാർ കേൾക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ടാറോ റീഡ് പോലെയുള്ള ആളുകളൊക്കെ ആയിട്ടുണ്ട്. നല്ല സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ എൻ്റെ ടാറോ റീഡ് എന്തിനാ ടാറോ കുറ്റം പറയും ചിലവരൊക്കെ വന്ന് കേൾക്കും കേട്ടോ. എൻ്റെ കുറ്റങ്ങളും കുറവുകളും കാണിക്കാൻ വേണ്ടി ടാറോ റീഡർ വന്ന് കേൾക്കാറുണ്ട്. അതെൻ്റെ ഇൻറ്റ്യൂഷനാണ് കേട്ടോ. കാരണം ഇതിൽ ആരൊക്കെ വന്ന് കാണുന്നു കേൾക്കുന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഇതെൻ്റെ വെറും ഇൻറ്റ്യൂഷൻ മാത്രമാണ്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു നിങ്ങൾ നല്ലൊരു വ്യക്തിയായി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് എപ്പോഴെങ്കിലും ഉണ്ടാകും. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. നമ്പർ 1 സൺ കാർഡാണ്. അപ്പം നിങ്ങളൊരു റീയൂണിയൻ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഹെയറോഫണ്ട് ആണ് മൊത്തത്തിലുള്ള എനർജി വന്നിരിക്കുന്നത്. ചില വ്യക്തികൾ നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയിലും മറ്റു ചിലർ കേസുകളിലും മറ്റു ചിലർ ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി സംസാരിപ്പിക്കുന്നു. അത് ആ ഹെയറോഫൻറ്റിൻ്റെ കാർഡ് സൂം ചെയ്ത് നോക്കിയാൽ അറിയാം. കുറച്ച് പ്രായമായ ആൾക്കാർ ഹെയറോഫൻറ്റിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്, കേസും ഒക്കെ ബന്ധപ്പെട്ടാണ് അതിൻ്റെ മീനിങ്. അപ്പം അതിൻ്റെ അകത്ത് ആ പിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇച്ചിരി കഷണ്ടിയുള്ള ആൾക്കാരെ 2 പേരെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിൻ്റെ ഒരു മീനിങ് നമുക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ച് പ്രായമായ നിങ്ങളെ വീട്ടിലുള്ള പ്രായമുള്ള മുതിർന്ന ആൾക്കാരെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ റിലേഷനെക്കുറിച്ച് ഒന്നിപ്പിക്കാം എന്നുള്ള രീതി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ടായിരിക്കാം കേട്ടോ. അങ്ങനെ സ്റ്റാർട്ടായിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതിന് അവർ ഇഷ്ടപ്പെടാത്ത ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറി എന്നൊക്കെ ചില പേഴ്സണൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കാത്ത ആൾക്കാരാണെങ്കിലും
നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ കരഞ്ഞ് വിളിച്ചിരിക്കാതെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, നിങ്ങൾ ബിസി ആകുക, നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങൾ വരത്തില്ല. പിന്നെ ഒരു മെസ്സേജ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പോസിറ്റീവ് മാത്രമേ ഇടാവൂ, അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് അഫർമേഷൻ ചെയ്തിടണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വ്യൂസ് മെസ്സേജ് ഇട്ടിരിക്കുന്നത് എല്ലാവരും അല്ല കേട്ടോ. ഇത് നിങ്ങളുടെ ടാരോ റീഡുമായിട്ട് ബന്ധമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ എനർജി ബാധകമല്ല. ആ മെസ്സേജ് ഇട്ട വ്യക്തിക്ക് മാത്രമാണ് ബാധകം. ടാരോ റീഡും അതുപോലെയാണ്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും ബാധകമല്ല. അത് ആ എനർജി പിക്ക് ചെയ്തവർക്ക് മാത്രമാണ് ബാധകം. അപ്പോൾ ഈ മെസ്സേജ് ഇട്ട ആൾക്കാർ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർ മെസ്സേജ് ഇടുകയാണ്, എൻ്റെ പേഴ്സൺ എന്നോട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഉള്ള നെഗറ്റീവ് മൊത്തം എഴുതിയിട്ടുണ്ട്. അത് അത്ര അഫർമേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ എഴുതുന്ന സമയത്ത് മൊത്തം അഫർമേഷനാവും. നമ്മൾ എന്ത് കാര്യം എഴുതുന്നോ അത് നമുക്ക് അഫർമേഷനാണ്. ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യം എഴുതുന്നുണ്ട്, എൻ്റെ പേഴ്സൺ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചതാണ്, എങ്കിലും ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് പോസിറ്റീവ് അല്ല. നിങ്ങൾ അവർ ചെയ്ത നെഗറ്റീവ് കാര്യം നിങ്ങൾ മറക്കണം, മൂവ് ഓൺ ചെയ്യണം. ആ ഒരു സംഭവത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് ആ പേഴ്സണിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് താങ്ക് യു പറഞ്ഞു വേണം നിൽക്കുക. അവർ ചെയ്ത നല്ല കാര്യം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു പേപ്പറിലോ ഒരു ബുക്കിലോ അവർ ചെയ്ത ഒരു 10 നല്ല കാര്യം എഴുതിയിട്ട് എന്നും അവർക്ക് വേണ്ടിയിട്ട് ആ ബുക്ക് നിറച്ച് എഴുതിക്കോ. ആ ഒരു 10 പോയിൻ്റ് എഴുതിയിട്ട് ഒരു താങ്ക്സ് പറഞ്ഞൊന്ന് എഴുതി നോക്കും. ഓക്കെ, നെഗറ്റീവ് ഒരിക്കലും എഴുതരുത്. മെസ്സേജ് അയക്കുക. നിങ്ങൾ അത്രയും നിഷ്കളങ്കരായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒളിവില്ല. അത് പറഞ്ഞ് തീർക്കുമ്പോൾ നിങ്ങളുടെ സങ്കടം തീരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമ്മളത് നെഗറ്റീവ് വീണ്ടും അഫർമേഷൻ ചെയ്യുകയാണ്. അത് കാരണം നിങ്ങളുടെ പേഴ്സൺ ചെയ്ത നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ല ദിവസം. മദർ യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് വ്യൂസിൽ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് വ്യൂസിൽ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. Please guide me universe. Please guide me. Please guide me universe. Please guide me. Please guide me universe. Please guide me. Please Please guide me universe. Please guide me. Please guide me mother universe. Please guide me. മതി, 3 മതി. ഇതിനൊക്കെ ആയിരിക്കും ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിച്ചത് കൊണ്ടായിരിക്കാം ഒരു പാഠം പഠിപ്പിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു പാഠം പഠിപ്പിക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. അതായിരിക്കും ഒന്നും മിണ്ടാതെ അകന്നിരിക്കുന്നത് കേട്ടോ. അതാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. പിന്നെ ചില പേഴ്സൺ നല്ല രീതിയിൽ ഇമോഷണലായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നീ ഇല്ലാതെ എനിക്ക് ജീവിതം സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല എന്നവർ വിഷമിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എനർജിയും ആകാം, ഈ ആദ്യത്തെ എനർജി നിങ്ങളുടേതും ആകാം. ഈ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി പാസ്സാവും കേട്ടോ. അടുത്ത മെസ്സേജ് നിങ്ങളുമായിട്ടുള്ള ഒരു അത്ര കംഫർട്ടായിട്ടുള്ള ഒരു ജീവിതമായിട്ട് അവർക്ക് തോന്നുന്നില്ല. അപ്പം ഇതൊക്കെ ആയി അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ഫീൽ ഉണ്ടാവുന്നില്ല. ഓക്കെ.